ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എഐയുടെ കാലഘട്ടമാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 25 വർഷം മുമ്പ് എടുത്ത ഫോട്ടോസൊക്കെ ഇപ്പൊ വീഡിയോ ഒക്കെ ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്തൊക്കെയാണ് കൊടുക്കുന്നത്. കാരണം അത്ര ടെക്നോളജി ഡെവലപ്പായി. ആ സമയത്താണ് ഇമാതിരി ഊള പടങ്ങൾ എടുത്ത് വെച്ചിട്ട് ഭയങ്കര സംഭവം എന്ന്. നിങ്ങൾ ഈ 5 പടം ഇൻസ്റ്റയില് അവരെടുത്തിരുന്നത് കണ്ടിട്ട് അവരെ ഭയങ്കര സംഭവമായിട്ടത് കാണരുത്. ഇപ്പൊ ഞാനും ഭയങ്കര സംഭവമാണെന്ന് ഞാൻ പറയുന്നില്ല. അവൻ പിറകെ കിടന്ന് ചോദിക്കുവായിരുന്നു കേട്ടോ, വർക്ക് തരുമോ എന്ന് ചോദിക്കുവായിരുന്നു. അതിന്റെ പേരിലാണ് കൊടുത്തത്. ഞാൻ അവന് 15 രൂപയിൽ 10 രൂപ ഞാൻ ഇട്ട് കൊടുത്തു. അവൻ എനിക്ക് പറയില്ല ഞാൻ പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ തരുമെന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. പൈസ തിരിച്ചു തരാൻ എനിക്ക് എന്തായാലും ഈ സാധനം കോപ്പി ചെയ്ത് എനിക്ക് കൊടുത്താൽ എനിക്ക് എന്തിനും സംശയം പറ്റില്ല. ഞാൻ അത്രയ്ക്ക് ടെൻഷൻ അടിച്ചാണ് ഞാൻ 2 ദിവസം കൊണ്ട് നടക്കുന്നത്. എനിക്ക് കൊച്ചിന് സാധനം കൊടുക്കണ്ടേ? അവൻ പൈസ തന്നില്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഞാൻ മുടക്കി ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് കൊച്ചിന് സാധനം കൊടുത്തേ പറ്റുള്ളൂ. എത്ര മാസമായി? 6 മാസമായി. ഒരു എൻഗേജ്മെന്റ് ആൽബം 15 രൂപയുള്ള ആൽബം ചെയ്യാൻ ചേട്ടാ അതാ പറഞ്ഞത്. ഇവ ആ വീഡിയോ അങ്ങനെ കൊടുത്ത് വിളിച്ച് പറഞ്ഞപ്പോഴാണ് അവൻ പറയുന്നത് ഞാൻ സ്റ്റുഡിയോയിൽ ഇറങ്ങിയ സ്റ്റുഡിയോയിട്ട് ഉടക്കായി, എനിക്കിപ്പോ സ്റ്റുഡിയോയിൽ അവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇപ്പൊ വേറെ ജോലിക്ക് പോകണം. ശരി, എന്തായാലും ഞാൻ നിനക്ക് നാളെ നീ തന്നാൽ മറ്റന്നാൾ തിരിച്ച് ആൽബം തരാം. ഓ ശരി ശരി ചേട്ടാ. ഇപ്പോ നിങ്ങൾ ഈ കേട്ട വോയിസ് ആ കുട്ടിക്ക് നമ്മളൊരു ആൽബം ചെയ്ത് കൊടുത്ത് എന്ത് പറയുക, ഒരു പടം പോലും നമുക്ക് നല്ലത് എന്ന് പറയാനില്ല. ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AKPI ഒക്കെ പോലുള്ള നല്ല ഫോട്ടോഗ്രാഫി സംഘടനകളാണ്. അപ്പൊ അതുപോലത്തെ ഏതെങ്കിലും സംഘടനയിലെ മെമ്പർഷിപ്പ് ഉള്ള ആളാണോ? കാരണം AKPI പോലുള്ള ഒരു സംഘടനയിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഫോട്ടോഗ്രാഫർ മാത്രമേ അവിടെ വന്ന് മെമ്പർഷിപ്പ് കൊടുക്കുള്ളൂ. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് നോക്കണം. അവരുടെ ID കാർഡ് ഉള്ള ആളാണോ, ഫോട്ടോഗ്രാഫർ ആണോ, ഏതെങ്കിലും സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല കല്യാണം വർക്ക് ചെയ്ത ആളാണോ. അല്ലാതെ ചുമ്മാ വഴി കൂടെ പോണവനൊക്കെ പിടിച്ചിട്ട് ക്യാമറ എടുത്ത് കൈ കൊടുത്തിട്ട് പടം എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല, ഇതിന്റെ അപ്പുറം സംഭവിക്കും. പിന്നെ ഒരിക്കലും നമുക്ക് ഈ ഔട്ട് കിട്ടില്ല. നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷങ്ങളാണ് ഇതൊന്നും പിന്നെ കിട്ടാൻ പോകില്ല. ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ വർക്ക് കഴിഞ്ഞാൽ സ്പോട്ടിൽ നമ്മളത് പടം കൊടുത്തിട്ട് പോകും. ഇപ്പം എന്താ പറയുക, നമ്മൾ കണ്ണടച്ചതോ കണ്ണടയ്ക്കാത്തോ അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷെ വർക്ക് കഴിഞ്ഞാൽ സ്പോട്ടിൽ നമ്മൾ ആ മെമ്മറി കാർഡ് ഊരുന്നു, കസ്റ്റമറിന് ലാപ്പിൽ കോപ്പി ചെയ്ത് കൊടുക്കുന്നു, വീട്ടിൽ പോകുന്നു. അത്രയും കോൺഫിഡന്റ് ആണ് നമുക്ക് നമ്മുടെ പടം കസ്റ്റമറിന് ഓക്കെ ആണ്, അല്ലെങ്കിൽ നമുക്കത് നമ്മുടെ കണ്ണിൽ തന്നെ അത് ഓക്കെ ആണ്. അല്ലാതെ ഈ ഒരു എഡിറ്ററുടെ സഹായത്തോടെ പിന്നെ എഡിറ്റ് ചെയ്ത് അതിന്റെ പിന്നെ നമുക്ക് ഒരു മൊബൈൽ എടുത്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്താൽ എപ്പോഴും നല്ലൊരു ഫോട്ടോഗ്രാഫറിനെ സംബന്ധിച്ച് അവ എടുക്കുന്ന വർക്ക് ഏത് പാതിരാത്രിയാണേലും അവന് ധൈര്യമായിട്ട് കസ്റ്റമറിന് അത് കൊടുക്കാൻ പറ്റും.